ഹലോ, എല്ലാവർക്കും കഥാലോകത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്ന കഥ സിംഹത്തെ ജയിച്ച മുയൽ. ക്രൂരനായിരുന്നു ആ സിംഹം. അവന്റെ വരവോടുകൂടി കാട്ടിലെ അന്തേവാസികളുടെ ജീവിതം നരകതുല്യമായി. അവന്റെ അലർച്ച കാടിനെ മൊത്തം വിറപ്പിച്ചു. കണ്ണിൽ കാണുന്ന മൃഗങ്ങളെ എല്ലാം അവൻ പിടിച്ചു തിന്നു. ഏത് നിമിഷം വേണമെങ്കിലും സിംഹത്തിന്റെ മുന്നിൽ ചെന്ന് പെടാം എന്ന ഭീതിയോടെയാണ് മറ്റെല്ലാ മൃഗങ്ങളും ജീവിച്ചു പോകുന്നത്. അങ്ങനെ ഒരു ദിവസം കാട്ടിലൊരു രഹസ്യയോഗം നടന്നു. സിംഹത്തെ പേടിയുള്ള മറ്റു മൃഗങ്ങളുടെ. അതിൽ പന്നി ഉണ്ടായിരുന്നു, കുറുക്കനുണ്ടായിരുന്നു, കാട്ടുപോത്തുണ്ടായിരുന്നു, കരടി ഉണ്ടായിരുന്നു, മാനുണ്ടായിരുന്നു, മുയലുണ്ടായിരുന്നു എന്ന് വേണ്ട സിംഹത്തെ പേടിയുള്ള എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നു. പ്രധാന അജണ്ട എങ്ങനെ സിംഹത്തിന്റെ ഈ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാം എന്നതായിരുന്നു. അപ്പൂപ്പനായ കരടി പറഞ്ഞു, ഞാൻ ഏതു നിമിഷം വേണമെങ്കിലും സിംഹത്തിന്റെ മുന്നിൽ ചെന്ന് വേടാം. മരിക്കാൻ എനിക്ക് പേടിയുമില്ല. പക്ഷേ എൻ്റെ മക്കളുടെയും കൊച്ചുമക്കളുടെയും കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്ത പേടി തോന്നുന്നു എന്ന് അപ്പൂപ്പൻ കരടി. അപ്പം ഇത് കേട്ടപ്പോൾ മാൻ പറഞ്ഞു, അല്ല, നമുക്കെല്ലാവർക്കും പോയി സിംഹത്തിൻ്റെ മടയിൽ ചെന്നൊരു സന്ധി സംഭാഷണം നടത്തിക്കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവില്ലേ എന്ന് മാൻ നിഷ്കളങ്കമായി പറഞ്ഞു. അപ്പോൾ പന്നി പറഞ്ഞു, അതൊന്നും വേണ്ട. ഇവനേക്കാൾ ശക്തിയുള്ള മറ്റൊരു മൃഗത്തെ കൊണ്ടുവന്ന് ഇവനെ കൊന്നുകളയുന്നതാണ് നല്ലത് എന്ന് പന്നി. ഇത് കേട്ടപ്പോൾ കാട്ടുപോത്ത്, അത് വേണോ? നമ്മളെല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇവനെ കൊല്ലാൻ പറ്റുമല്ലോ, അപ്പോൾ ഇവൻ ചത്തുപോവില്ലേ എന്ന് കാട്ടുപോത്ത്. ഇതിൻ്റെ ഇടയിൽ കുറുക്കനൊരു അഭിപ്രായം പറഞ്ഞു. കുറുക്കൻ പറഞ്ഞു, അതൊന്നും നടപ്പിലാവുന്ന കാര്യമല്ല. ഒരു കാര്യം ചെയ്യാം, സിംഹം എന്തായാലും മറ്റെല്ലാ മൃഗങ്ങളെയും തിന്നുന്നു. നമുക്ക് നേരെ സിംഹത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് ഒരു കാര്യം പറയാം. ഇനി മുതൽ അങ്ങ് വേട്ടക്കിറങ്ങണ്ട, അങ്ങേക്ക് വേണ്ട ഭക്ഷണം ഞങ്ങൾ കൊണ്ടുവന്ന് തരാം എന്ന്. മറ്റു മൃഗങ്ങൾക്കൊന്നും ഇതിനോട് യോജിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഓരോ ദിവസവും ഓരോ മൃഗങ്ങൾ ബലിയാടാകേണ്ടി വരും എന്നത് തന്നെ. പക്ഷേ കുറുക്കൻ്റെ അഭിപ്രായത്തോട് എല്ലാവർക്കും നിവൃത്തിയില്ലാതെ സമ്മതിക്കേണ്ടി വന്നു. കുറുക്കൻ അത് സമ്മതിപ്പിച്ചെടുത്തു. അങ്ങനെ എല്ലാവരും ആ അഭിപ്രായം തലകുലുക്കി സ്വീകരിച്ചു. അങ്ങനെ വൃദ്ധനായ കരടിയപ്പൂപ്പൻ്റെ കൂടെ എല്ലാവരും ചേർന്ന് സിംഹത്തിൻ്റെ മടയിലേക്ക് യാത്ര തിരിച്ചു. ഒരു പടുകൂറ്റൻ കരടിയുടെ കൂടെ കാട്ടിലെ മൃഗങ്ങളൊക്കെ വരുന്നത് കണ്ടപ്പോൾ സിംഹം ശരിക്കൊന്ന് അമ്പരന്നു. എങ്കിലും ആ അമ്പരപ്പ് പുറത്തു കാണിക്കാതെ സിംഹം ഒന്ന് അലറി. ഈ അലർച്ചയിൽ ഒരുപാട് മൃഗങ്ങൾ പേടിച്ചോടി. കരടിയപ്പൂപ്പനും കുറച്ച് മൃഗങ്ങൾ മാത്രം ബാക്കിയായി. സിംഹം ചോദിച്ചു, എന്താ എൻ്റെ മടയിൽ കാര്യം? അപ്പൂപ്പ പറഞ്ഞു, ഞങ്ങളുടെ രാജനായ അങ്ങ് ഈ കാട്ടിലെ മൃഗങ്ങളെയൊക്കെ തിന്നുന്നതിൽ ഞങ്ങൾക്ക് വല്ലാത്ത സങ്കടമുണ്ട് എന്ന് പറഞ്ഞു. സിംഹം പറഞ്ഞു, എൻ്റെ ഇഷ്ടത്തിന് എതിര് നിൽക്കുന്ന ആരാണോ ഇവിടെ ഉള്ളത് അവരെല്ലാം ഞാൻ കൊന്നു തിന്നും എന്ന് പറഞ്ഞു. അപ്പൂപ്പൻ പറഞ്ഞു, അത് ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങളൊരു അഭിപ്രായം പറയാനാണ് വന്നത്. അങ്ങ് ഇനി വേട്ടയാടി വരണ്ട, അങ്ങക്ക് വേണ്ട ഭക്ഷണം ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരാം. ഇത് കേട്ടപ്പോൾ സിംഹത്തിന് മനസ്സിൽ സന്തോഷമായി. പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണ്ട, ഇവന്മാർ ഭക്ഷണം കൊണ്ടുവന്ന് തരും. സിംഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതല്ലേ, കുഴപ്പമില്ല, പക്ഷെ നേരത്തിന് എനിക്ക് ഇവിടെ ഭക്ഷണം എത്തിയിരിക്കണം. നേരമെങ്ങാനും വൈകിയാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. എത് പറഞ്ഞ് സിംഹം ഒന്ന് വീണ്ടും സടകുടഞ്ഞ് അലറി. ഈ അലർച്ച ഒരു കരാറായി എല്ലാവരും എടുത്തു. അതിനൊരു സമ്മതപത്രമായി എടുത്ത് മറ്റെല്ലാ മൃഗങ്ങളും കരടിയപ്പൂപ്പൻ്റെ കൂടെ തിരിച്ച് യാത്രയായി. സിംഹത്തിന് വേണ്ട ഭക്ഷണം തയ്യാറാക്കുന്ന രീതി കുറുക്കനാണ് പറഞ്ഞത്. എല്ലാ മൃഗങ്ങളുടെയും പേരെഴുതി ഒരു നറുക്കിലിടുക. നറുക്ക് കിട്ടുന്ന മൃഗം ഏതാണോ ആ മൃഗം സിംഹത്തിൻ്റെ ഭക്ഷണം. നറുക്കെടുക്കുന്നതോ സാക്ഷാൽ കുറുക്കനും. അങ്ങനെ നറുക്കെടുപ്പ് തുടങ്ങി. ആദ്യം നറുക്ക് വീണത് നമ്മുടെ കഴുതയ്ക്കാണ്. മനസ്സില്ലാ മനസ്സോടെയാണ് അവൻ പോയത്. അവനെ കണ്ടതും സിംഹം അവൻ്റെ മേൽ ചാടി വീണു. അവനെ ഭക്ഷണമാക്കി വയറ് നിറയെ കഴിച്ച് അന്ന് സിംഹം ഉറങ്ങി. പിറ്റെന്ന് നറുക്ക് കിട്ടിയത് നമ്മുടെ പുള്ളിമാനാണ്. വാവിട്ട് കരഞ്ഞുകൊണ്ടാണ് അവൻ പോയത്. അവനെയും സിംഹം കണ്ട മാത്രയിൽ ഭക്ഷണമാക്കി. അങ്ങനെ ഓരോ ദിവസവും ഓരോ മൃഗങ്ങൾ. ഒരു ദിവസം നറുക്ക് വീണത് നമ്മുടെ കിളുന്തൻ കുഞ്ചൂസ് മുയലിനാണ്. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകൾ. എന്തു ചെയ്യാൻ, നറുക്ക് വീണു പോയില്ലേ. അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകള് പോകണ്ട, മകൾക്ക് പകരം ഞാൻ പൊക്കോളാം. നീ ഈ ലോകത്തു നിന്ന് പോകുന്നത് എനിക്ക് സങ്കല്പിക്കാൻ കൂടി വയ്യ. ഈ കുഞ്ഞിനെ തിന്നാൽ ആ മഹാഭാവിക്ക് വിശപ്പ് മാറുമോ എന്നൊക്കെ പറഞ്ഞ് അമ്മ മുയൽ കരയാൻ തുടങ്ങി.
അപ്പോൾ കുഞ്ചൂസ് പറഞ്ഞു, അത് വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. സിംഹത്തിൻ്റെ വിശപ്പ് അത് ഞാൻ മാറ്റിക്കൊള്ളാം. വല്ലാത്ത ആത്മവിശ്വാസവും നിശ്ചയബോധവുമെല്ലാം കുഞ്ചൂസുമായിൻ്റെ സംസാരത്തിലുണ്ടായിരുന്നു. അവൾ നേരെ ഇറങ്ങി. മടയിലേക്കല്ല അവൾ പോയത്. അവൾ മനഃപൂർവ്വം കാട്ടിലെല്ലാം നടന്ന് സമയം വൈകിപ്പിച്ചു. ഈ നടത്തത്തിനിടയിൽ ഒരു കാര്യം ആലോചിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഈ സിംഹത്തെ എങ്ങനെ ഒന്ന് കെണിയിലാക്കിപ്പെടുത്താൻ പറ്റും. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ അവിചാരിതമായി വലിയൊരു കിണർ കണ്ടു, അരികെല്ലാം ഇടിഞ്ഞിട്ടുള്ളത്. മുയൽ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ നല്ല വലിയ കിണർ, തെളിഞ്ഞ വെള്ളം, നല്ല ആഴം. മുയലിനൊരു ബുദ്ധി തോന്നി, നമ്മുടെ സിംഹത്തെ എങ്ങനെയെങ്കിലും ഇതിൽ കൊണ്ടുവന്ന് ചാടിക്കണം. ഇതും ആലോചിച്ച് അവൾ നേരെ സിംഹത്തിൻ്റെ മടയിലേക്ക് നടന്നു. അപ്പോഴേക്കും അമ്പിളി മാമൻ കിഴക്കുതിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിലാവിൻ്റെ വിളർവെട്ടത്തിൽ സിംഹം അവളെ കാത്തു നിൽക്കുന്നത് അകലെ നിന്നെ അവൾ കണ്ടു. അടുത്തെത്തിയപ്പോൾ കണ്ണുകളിൽ ക്രോധത്തോടെ സിംഹം ചോദിച്ചു, നീ എവിടെയായിരുന്നു ഇത്ര നേരം? രാവിലെയായി ഞാൻ കാത്തു നിൽക്കുന്നു നിന്നെ. എനിക്ക് വിശന്നിട്ട് വയ്യ. എത്രയും പെട്ടെന്ന് ഞാൻ നിന്നെ ഭക്ഷണമാക്കും. എന്നിട്ട് ഈ കാട്ടിലിറങ്ങി സകല മൃഗങ്ങളെയും ഞാൻ കൊന്നു തിന്നും എന്ന് സിംഹം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ കുഞ്ചൂസ് പറഞ്ഞു, രാജൻ, ഞാൻ മനഃപൂർവ്വം നേരം വൈകിയതല്ല. അങ്ങേക്ക് എൻ്റെ ഇറച്ചി കൊണ്ട് വിശപ്പടങ്ങില്ല എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും അടക്കം ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നതാണ്. വരുന്ന വഴിയിൽ മറ്റൊരു സിംഹം ഞങ്ങളെ തടഞ്ഞു വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഭക്ഷിക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഈ കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെ ഭക്ഷണമാകാനുള്ളവരാണ്, ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ആ സിംഹം പറഞ്ഞു, ഇനി മുതൽ ഞാനാണ് ഈ കാട്ടിലെ രാജാവെന്ന്. ഇത് കേട്ടപ്പോൾ നമ്മുടെ സിംഹം കോപത്തോടെ ചോദിച്ചു, ആരാണവൻ? അപ്പോൾ നമ്മുടെ കുഞ്ചൂസ് മയിൽ പറഞ്ഞു, അറിയില്ല രാജൻ, പക്ഷേ അച്ഛനെയും അമ്മയെയും ചേട്ടനെയും അയാൾ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അയാൾ പറഞ്ഞത് നിന്റെ ഇപ്പോഴത്തെ രാജാവിനോട് പോയി വേഗം ഇങ്ങോട്ട് വരാൻ, എന്നിട്ട് എന്നെ തോൽപ്പിച്ച് ഇവരെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളാൻ. ഇതൊക്കെയാണ് അയാൾ പറഞ്ഞു വിട്ടത് രാജൻ. രാജന് വേണമെങ്കിൽ അയാളുടെ അടുത്ത് പോകാം, അല്ലെങ്കിൽ എന്നെ കൊന്നു തിന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സിംഹരാജൻ പറഞ്ഞു, എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം നിന്നെ കഴിക്കലല്ല, എനിക്ക് അവനെ ആദ്യം കാണണം. നീ ബാ, അവനെവിടെയാണെന്ന് കാണിച്ചതാ. കുഞ്ചൂസോയിൽ പറഞ്ഞു, മാത്രമല്ല രാജൻ, അയാളൊരു വലിയ കുഴി പോലുള്ള ഒരു മടക്കകത്താണ് താമസിക്കുന്നത്. അതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് പേടിയാവുന്നു. സിംഹം, നീ എന്നെ ഉപദേശിക്കാനാണോ ഇപ്പോൾ നിൽക്കുന്നത്? മര്യാദക്ക് നീ സ്ഥലം കാണിച്ചതാ എന്ന് പറഞ്ഞ് വീണ്ടും അലറി. അപ്പോൾ കുഞ്ചൂസുമായാലും മുന്നിലേക്ക് സമ്മതമില്ലാത്ത ഭാവത്തോടെ നടന്നു. അങ്ങനെ നടക്കുന്നതിനിടയിൽ അമ്പിളിമാമൻ ഇങ്ങനെ പൊന്തി വരുന്നുണ്ടായിരുന്നു. അമ്പിളിമാമൻ പൊങ്ങി ഉയരെത്തി. ആ നിലാവ് മൊത്തം കാട്ടിൽ പരന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം കിണറിൻ്റെ അടുത്തെത്തിയപ്പോൾ സിംഹം ഒന്ന് അലറി. ഈ സമയത്ത് നമ്മുടെ കുഞ്ചൂസുവയിൽ കിണറിൻ്റെ അടുത്തേക്കൊന്ന് ചെന്ന് നോക്കി. നിലാവ് വെളിച്ചത്തിൽ തെളിഞ്ഞ വെള്ളത്തിൽ പ്രതിബിംബം, നോക്കുന്ന ആളുടെ പ്രതിബിംബം കൃത്യമായി കിണറ്റിൽ കാണാമായിരുന്നു. മുയൽ ചെന്ന് സിംഹത്തിനോട് പറഞ്ഞു, രാജൻ, നമ്മളെ കണ്ടതാണെന്ന് തോന്നുക. ഈ സിംഹം പേടിച്ചിപ്പോൾ അതിനുള്ളിൽ കയറിയിരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞ വഴിക്ക് സിംഹരാജൻ ചാടി നേരെ കിണറ്റിലേക്ക് വന്ന് നോക്കിയപ്പോൾ തന്നെ പോലെയുള്ള മറ്റൊരു സിംഹം ഇതാ കിണറ്റിൽ കാണുന്നു. സിംഹരാജന് കോപം ഇരച്ചു കയറി. രാജൻ പറഞ്ഞു, എടാ ധൈര്യം ഉണ്ടെങ്കിൽ വാടാ എന്ന് പറഞ്ഞു. ഈ ഭീഷണി ഇരട്ടിയായി ഇങ്ങോട്ട് തന്നെ പ്രതിഫലിച്ചു വന്നു. ഇതുകൂടി കേട്ടപ്പോൾ രാജന് കോപം മൂത്തു. താൻ പറഞ്ഞ കാര്യം തന്നെ അതിനേക്കാൾ ഉച്ചത്തിൽ ഇങ്ങോട്ട് കേൾക്കുക. പിന്നെ സിംഹം ഒന്നും നോക്കിയില്ല, നേരെ എടുത്ത് കിണറ്റിലേക്ക് ചാടി. ഒരു ശബ്ദം. പിന്നെന്താണ്ടായത്? ആഴമുള്ള വെള്ളത്തിൽ കിടന്ന് അലറിക്കൊണ്ട് സിംഹം പൊന്തിയും താന്നിരുന്നു. ഇതെല്ലാം നോക്കി നമ്മുടെ കുഞ്ചൂസ് മുയൽ നിന്നു. പതുക്കെ ആ അലർച്ച ഇല്ലാതായി. കുഞ്ചൂസ് മുയലിന് നല്ല സന്തോഷമായി. അവൾ ഈ സന്തോഷ വിവരം കാട്ടിൽ മൊത്തം അറിയിക്കാൻ വേണ്ടി ഓടിപ്പോയി. ഗുണപാഠം: ശക്തിയെ ബുദ്ധി കൊണ്ട് ജയിക്കാം. എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് പേര് അഭിപ്രായങ്ങൾ പറയുകയും വിമർശിക്കുകയും പ്രശംസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കഥയെക്കുറിച്ച്. എല്ലാവർക്കും ജോറായിട്ടുള്ളൊരു താങ്ക് യു പറയുന്നു. നന്ദി.